പാരിഷ്ഠിക ദിനത്തിൻ്റെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബിനുവച്ച, ചാപ്ലിൻ ബഹുമാനപ്പെട്ട ജെറിനച്ച, പോളച്ച, ജോർജച്ച, വേദിയിലും സദസ്സിലും ഉപവിഷ്ടായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് 5 to 7 minutes ആണ്. ബിനുവച്ചനോട് 3 മിനിറ്റ് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. 15 മിനിറ്റിൽ കുറഞ്ഞ് ഞാൻ പറയാറില്ല. മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് ജെറിനച്ചൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആസ് എൻ ഒബീഡിയൻറ്റ് പ്രീസ്റ്റ് ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുരാജ വോൾസ്വർത്തി മിഷന്റെ ആദ്യത്തെ ഇടവക ദിനം ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമാക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും കുടുംബത്തിൽ പിറന്നവരാണ്, കുടുംബാന്തരീക്ഷത്തിൽ വളരുന്നവരും. ഇന്ന് ഇടവക ദിനമായി നമ്മൾ ആചരിക്കുമ്പോൾ ഇടവകയെ നമ്മുടെ കുടുംബമായി കാണുകയും ഇടവക ജനങ്ങളെ നമ്മുടെ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരായി കരുതുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത പാതയിൽ വിജയം കൊയ്തെടുക്കുവാൻ നമുക്ക് സാധിക്കും. കുടുംബം ഒരു ദൈവീക സംവിധാനം എന്നതുപോലെ തന്നെ ഇടവകയും ഒരു ദൈവീക സംവിധാനമാണ്. അത് ഒരു കൂട്ടായ്മയാണ്. അടുത്ത കാലം വരെ ഹൈന്ദവരുടെ ഇടയിൽ നിലനിന്നിരുന്ന കൂട്ടുകുടുംബത്തെ പോലെ വിവിധ കുടുംബങ്ങൾ ചേർന്ന ഒരു വലിയ കുടുംബമാണ് ഇടവക. ആദിമ ക്രൈസ്തവര് പ്രാർത്ഥിക്കുവാനും തങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടിയിരുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ആശ്രയിച്ചും അവർ ജീവിച്ചു. എന്നാൽ ഇന്നത്തെ ക്രൈസ്തവരുടെ ഇടയിൽ ആദിമ ക്രൈസ്തവർ ചെയ്ത ഈ ചെയ്തികള് പ്രവർത്തനക്ഷമമാകുന്നതും പ്രവർത്തനക്ഷമമാകേണ്ടതും ഇടവകളിലൂടെ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണല്ലോ ചൊല്ലുന്നത്. അതിനാൽ ഇടവക ജനങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പമുണ്ടായിരിക്കും. കൊള്ളിവയ്പ്പിനും കാലുവാരനും അവിടെ യാതൊരു പ്രസക്തിയും ഉണ്ടാകും. 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യേ ഞാനും ഉണ്ടായിരിക്കുമെന്ന് അരുൾ ചെയ്ത യേശുനാഥൻ ഇടവകയാകുന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലും ഉണ്ട് എന്ന കാര്യം നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. സ്നേഹമുള്ളവരെ, കുടുംബം പിതാവിന്റെ രാജ്യമാണ്, മാതാവിന്റെ ലോകമാണ്, മക്കളുടെ പറുദീസായാണ്. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഒന്നിച്ചു കാണുകയും ആശയവിനിമയം നടത്തുകയും പരസ്പരം ദുഃഖങ്ങളും സന്തോഷവും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന മനോഹരമായ സ്നേഹ സമൂഹത്തിന്റെ അന്തരീക്ഷം ഇടവകയിലല്ലാതെ വേറെ എവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? കുടുംബത്തിൽ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഇടവകയിൽ നാം എല്ലാം ഒരു സമൂഹത്തിലെ അംഗങ്ങളാണെന്ന വിചാരം നമുക്ക് സുരക്ഷിതത്വ ബോധവും എപ്പോൾ വേണമെങ്കിലും ആശ്രയിക്കാവുന്ന അത്താണിയായി കരുതുന്ന പ്രത്യാശയും നൽകുന്നുണ്ട്. സ്നേഹമാവുന്ന അടിത്തറയിലാണ് കുടുംബം പണിതുയർത്തുന്നത്. അതുപോലെ തന്നെ സ്നേഹ സമൂഹമാകുന്ന നമ്മുടെയൊക്കെ ഇടവകയും സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നതും നിലകൊള്ളേണ്ടതും. ചിലപ്പോഴെങ്കിലും ചില വീട്ടുകാർ തമ്മിലും വ്യക്തികൾ തമ്മിലും ഒക്കെ അഭിപ്രായ വ്യത്യാസവും വഴക്ക് വിരോധവും ഒക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോഴൊക്കെ സ്നേഹ സമൂഹത്തിന്റെ നേതാവായ വികാരിയുടെ ഉപദേശം സ്വീകരിക്കുകയും വഴക്കുകൾ അവസാനിപ്പിക്കുകയും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ കോപിക്കാം, പക്ഷെ നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീളാതിരിക്കട്ടെ. എങ്കിൽ മാത്രമേ ഉയർച്ചയുടെ മടവുകൾ ചവിട്ടിക്കരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഒലിവർ ഗോൾഡ്സ്മിത്ത് പറയുന്നത് പോലെ വാക്കുകൊണ്ടെന്നതിനേക്കാൾ സ്വന്തം ജീവിതം കൊണ്ട് അർത്ഥപൂർണമായി വചനം പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ കഴിവ് നേടേണ്ടവരാണ് ഓരോ ഇടവക അംഗവും. ക്രിസ്തു സാക്ഷികളായ നാം മാതൃകാപരമായ ക്രിസ്തീയ
ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കേണ്ടവരാണ്. മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ ദർശിച്ച് ലോകത്തിൽ നിസ്തുലമായ സേവനം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. മാമോദിസായിലൂടെ ക്രിസ്തുവിന്റെ രാജകീയ, പൗരോഹിത്യ, പ്രവാചക ദൗത്യത്തിൽ പങ്കുവെക്കുന്നവനാണ് ഓരോ ക്രിസ്ത്യാനിയും. ഈ വിശ്വാസം, നമുക്ക് ലഭിച്ച വിശ്വാസം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടവരും നമ്മളാണ്. വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയിൽ യേശുനാഥന്റെ ആഹ്വാനം അനുസരിച്ച് പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാൻ, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ എന്നത് ഇന്നത്തെ കാലത്തൊരു വെല്ലുവിളിയാണ്. നമ്മുടെയൊക്കെ കേരളത്തില് നടനമാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങള് നിങ്ങൾ അറിയുന്നുണ്ടാകാം. 22 വയസ്സുകാരൻ ചുറ്റിക കൊണ്ടടിച്ച് 5 ജീവിതങ്ങളെയാണ് എടുത്തത്. ഒരമ്മ 2 പിള്ളേരെയും കൊണ്ട് തേയിൽപ്പാളത്തിൽ കെട്ടിപ്പിടിച്ചു നിന്ന്, നാളെയാണെന്ന് തോന്നുന്നു സംസ്കാര ശുശ്രൂഷ, മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റും അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസവും ദൈവഭയവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തലമുറയ്ക്ക് വിശ്വാസ ദീപം പകർന്നു കൊടുക്കേണ്ടത് ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മുടെ ദൈവ നിയോഗമാണ്, ദൈവ വിളിയാണ്. അതൊരു വെല്ലുവിളിയാണ്. അത് സധൈര്യം ഏറ്റെടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുന്നത് പോലെ ഒരു മെഴുകുതിരി സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയുന്നത് പോലെ നമ്മൾ സ്വയം പരിത്യജിച്ച് യേശുനാഥന് വേണ്ടി ആത്മാക്കളെ നേടേണ്ടിയിരിക്കുന്നു. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടിയിരിക്കുന്നു. നശ്വരമായ ലോകത്തിന്റെ മാസ്മരിക ശക്തിയിൽപ്പെട്ടുഴലുന്നവരെ ലോകമാകുന്ന മായയുടെ ആഴക്കടലിൽ നിന്നും രക്ഷിച്ച് അനശ്വരമായ നിത്യതയുടെ തീരങ്ങളിൽ എത്തിച്ചേരുവാൻ നാം സഹായിക്കേണ്ടിയിരിക്കുന്നു. തന്റേതായി ഒന്നുമില്ല, എന്നാൽ എല്ലാറ്റിന്റെയുമാണ് താൻ എന്ന സോഫോക്ലീസിന്റെ മനോഭാവമായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. പ്രിയമുള്ളവരെ, വെളിച്ചമുള്ളിടത്തോളം നടക്കുക എന്നതല്ല, നടക്കുന്നിടത്തോളം വെളിച്ചം വിതറുക എന്ന സന്ദേശവാഹകരായ നാം അന്ധകാരപൂർണമായ ഈ ലോകത്തില് ഇരുളിനെ പഴിക്കാതെ ക്രിസ്തുവാകുന്ന ദീപത്തെ തെളിയിച്ച് ഇരുട്ടകറ്റുവാൻ ശ്രമിക്കേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്വം. സുവിശേഷ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകുവാനും മരവിച്ച മനസാക്ഷിക്ക് മുമ്പിൽ പ്രത്യാശയുടെ കിരണങ്ങളായി പ്രകാശിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനുമുള്ള സകല വരങ്ങളും സർവശക്തൻ സമൃദ്ധമായി നമുക്ക് നൽകട്ടെ. പ്രതീക്ഷയുടെ പുതു വെളിച്ചം നൽകി നമ്മിലെ ആശകള് സബലീകരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിന്റെ പാറക്കെട്ടുകളിൽ തട്ടിയൊലിയാതെ മുന്നേറുവാനും മുന്നോട്ടുള്ള ഓരോ കാൽവയ്പിലും ഒരു നവപ്രതീക്ഷയായി, പ്രതിഭാസമായി നാം ഓരോരുത്തരും വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇടവകയുടെ ലക്ഷ്യം സമൂഹത്തിന്റെ വളർച്ചയും വ്യക്തികളുടെ നന്മയുമായിരിക്കണം. ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് അവരുടെ തകർച്ച നമ്മുടെ തന്നെ തകർച്ചയായും അവരുടെ ഉയർച്ച നമ്മുടെ തന്നെ ഉയർച്ചയായും നാം കരുതുന്നു. നമ്മുടെ കുടുംബ ഇടവക സാമൂഹിക ജീവിതത്തില് ഒരുവനെയും അവഗണിക്കാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണമെന്ന അപ്പസ്തോലന്റെ വാക്കുകളായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. മറ്റുള്ളവർ നമ്മളാൽ സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താം. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ സ്നേഹാദരണങ്ങൾക്ക് നമ്മൾ പാത്രീഭൂതരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ ഈ ലോകത്തില് ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കും. പരസ്പരം സ്നേഹിച്ചും സേവിച്ചും ആശ്രയിച്ചും സമൂഹത്തിന്റെ ഇടവകയുടെ വളർച്ചയ്ക്കും വ്യക്തികളുടെ നന്മയ്ക്കുമായി നമുക്ക് നിലകൊള്ളാം. അങ്ങനെ കുടുംബ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഒരു ഇടവക ജീവിതം, ഒരു മിഷൻ ജീവിതം പടുത്തുയർത്തുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദിനത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.